ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബീട്രൂട്ട് കൊണ്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്നതിന് തേങ്ങ ചതച്ചെടുക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആദ്യം നമുക്കിതൊന്ന് ചെത്തി കഴുകി കൊത്തിയെടുക്കാം. ബീട്രൂട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു സവോള തൊലി ഒളിച്ചെടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. ബീട്രൂട്ടും സവോളയും കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ കത്തി കൊണ്ട് തന്നെ കൊത്തി അരിഞ്ഞെടുക്കാം. ഇച്ചിരി വലുപ്പത്തിലരിഞ്ഞാലും കുഴപ്പമില്ല. ബീട്രൂട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒത്തിരി ചെറുതായിട്ട് കൊത്തിയെടുക്കണ്ട, കുറച്ച് വലുപ്പത്തിൽ. ഇനി സവോള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. ഇനി പച്ചമുളകൊന്ന് കീറിയിടാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അല്പം കടുകിട്ട് കൊടുക്കാം. സവോള ഇട്ടു. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് വാടിക്കഴിയുമ്പോൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് അങ്ങനെ അധികം ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ ഇത് ഭയങ്കര ഗുണമുള്ളതും കൂടിയാണ്. രക്തം ഉണ്ടാകാനൊക്കെ നല്ലതാണ്. അല്പനേരം ഒന്ന് തീ കുറച്ച് മൂടി വയ്ക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ വേണ്ട, അതിൻ്റെ പകുതി മതി. ഇനി അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് എരിവില്ലാത്ത മുളകാണ്, കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരല്പം ഉപ്പ് നീരൊഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ വേകാനും എളുപ്പമാണ്. ഇത് ഒത്തിരി വെന്ത് പോകണ്ട. ബീട്രൂട്ട് വെന്ത് കിട്ടാൻ എളുപ്പമാണ്. ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുക. ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് തേങ്ങ പീര ചേർത്ത് കൊടുക്കാം. അത് ഒരുപാട് ചേർക്കേണ്ട, ഒരു 2 പിടി തേങ്ങാപ്പീരയുണ്ട്, ഇട്ട് കൊടുക്കാം. ചിലർ മുട്ട ചേർത്തുണ്ടാക്കും, അതിലും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തേങ്ങ ഒതുക്കിയെടുക്കാതെ തന്നെ തേങ്ങ പീര കുറച്ച് വലുതായാലും കുഴപ്പമില്ല, നല്ലതാണ് കഴിക്കാനായിട്ട്. ഇനി തേങ്ങയുടെ പച്ചപ്പൊന്ന് മാറട്ടെ. ഇപ്പോൾ ഈസി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ബീട്രൂട്ട് തയ്യാറാക്കും, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ചെയ്തതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.